أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ووضعنا عنك وزرك الذي أنقض ظهرك. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറ ഇൻഷിറാഹിലെ 3-4 വചനങ്ങളാണ് കേട്ടത്. അർത്ഥം: നിന്റെ മുതുകിനെ ഞെരിച്ചുകൊണ്ടിരുന്ന നിന്റെ ഭാരത്തെ നിന്നിൽ നിന്ന് നാം ഇറക്കി വെക്കുകയും ചെയ്തുവല്ലോ. ഇന്നലത്തെ ദർസിന്റെ തുടർച്ചയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യത്തെ വെളിപാട് ഇറങ്ങിയപ്പോൾ തന്നെ 5 സഹായികളെ അള്ളാഹു നൽകി എന്ന് പറഞ്ഞിരുന്നു. ഹുദൂർ തുടർന്ന് പറയുകയാണ്, ഇവരെ കൂടാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഹദറത്ത് തൽഹ, ഉമർ, സുബൈർ, ഉസ്മാൻ ബിൻ മലൂൻ, ഹംസ റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ തുടങ്ങിയ സഹാബാക്കളെ സഹായികളായി അള്ളാഹു നൽകുകയുണ്ടായി. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തുടക്കത്തിൽ അവിശ്വാസികൾ നഊദുബില്ല ഭ്രാന്തൻ എന്ന് വിളിച്ചിരുന്നു. എന്നാൽ തുടക്കത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ പ്രശസ്തരായിട്ടുള്ളവരും പണ്ഡിതരായിട്ടുള്ള സ്വഹാബാക്കളും വിശ്വാസമർപ്പിച്ചപ്പോൾ അവരിൽ നിന്ന് തന്നെയുള്ള ആളുകൾ പിന്നീട് പറയാൻ തുടങ്ങി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഊദുബില്ല ഭ്രാന്തനാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമ്മിൽ നിന്നുള്ള പ്രശസ്തരായിട്ടുള്ള അറിവുള്ളവരായിട്ടുള്ള ആളുകൾ എങ്ങനെയാണ് അദ്ദേഹത്തിൽ വിശ്വാസമർപ്പിച്ചിട്ടുള്ളത് എന്ന് അവരിൽ നിന്ന് തന്നെയുള്ളവർ പറയാൻ തുടങ്ങി. 13 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും സ്വഹാബാക്കൾക്കും പീഡനം നേരിടേണ്ടി വന്നു എങ്കിൽ തന്നെയും അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വാസമർപ്പിച്ചിട്ടുള്ള ജനസമൂഹത്തെ കണ്ടുകൊണ്ട് ഇവർ വിജയശ്രീലാളിതരായി മാറാൻ കെൽപ്പുള്ള ഒരു ജനസമൂഹമാണ് എന്ന് അവർക്ക് ദൃഢബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ എങ്ങനെയെങ്കിലും ഈ മതത്തെ ഉന്മൂലനം ചെയ്യണമെന്നുള്ള അതിനുവേണ്ടി പല പദ്ധതികളും ആവിഷ്കരിച്ചത്. ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ശക്തരായ സ്വഹാബാക്കളെ കൊണ്ട് സഹായികളായി നൽകിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുതുകിൽ നിന്ന് ഇറക്കി വെക്കുകയുണ്ടായി. മറ്റൊരു അർത്ഥം ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു ഈ ആയത്തിന് നൽകുന്ന അർത്ഥം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ടിട്ടുള്ള അധ്യാപനം അത് ജനഹൃദയത്തെ ആകർഷിക്കുന്ന തരത്തിലുള്ള അധ്യാപനമായിരുന്നു. വിശുദ്ധ ഖുർആന്റെ വചനങ്ങളായാൽ തന്നെയും അതിൽ അടങ്ങിയിട്ടുള്ള അധ്യാപനങ്ങളാണെങ്കിൽ തന്നെയും അത് ജനങ്ങളെ ആകർഷിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. മക്കയിൽ അന്ന് അവകാശ ധ്വംസനങ്ങളും അടിമകളെ വെക്കുകയും അവരോട് ക്രൂരമായി പെരുമാറുകയും ചെയ്തിരുന്ന രീതി നിലവിലുണ്ടായിരുന്നു. എന്നാൽ വിശുദ്ധ ഖുർആനിൽ അവകാശങ്ങൾ നൽകുന്നതിനെക്കുറിച്ചും അള്ളാഹുവിന്റെ സൃഷ്ടികളോട് നല്ല നിലയിൽ പെരുമാറുന്നതിനെയും കുറിച്ചുള്ള അധ്യാപനങ്ങൾ കേട്ടപ്പോൾ അവർ ഈ അധ്യാപനത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി മുമ്പോട്ട് വരികയുണ്ടായി. അതവരെ ആകർഷിക്കുകയുണ്ടായി. അവിശ്വാസികളുടെ പീഡനം വർദ്ധിച്ചപ്പോൾ ഒരിക്കൽ ഹദ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും അവിടെ നിന്നും പലായനം ചെയ്തുകൊണ്ട് മറ്റൊരിടത്തേക്ക് പോകാൻ ആഗ്രഹിച്ചു. അങ്ങനെ അദ്ദേഹം പുറപ്പെട്ടപ്പോൾ മക്കയിലെ അവിശ്വാസിയായ ഒരു നേതാവ് അദ്ദേഹത്തോട് എവിടെ പോവുകയാണ് എന്ന് ചോദിച്ചു. അദ്ദേഹം ആ നാട്ടിൽ നിന്നും പലായനം ചെയ്തു പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അബൂബക്കറിനെ പോലെയുള്ള വ്യക്തികൾ ഈ നാട്ടിൽ നിന്നും പലായനം ചെയ്തു പോവുകയോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ താങ്കൾക്ക് അഭയം നൽകാം എന്ന് പറയുകയുണ്ടായി. മക്കയിൽ അന്ന് അഭയം നൽകുന്ന സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. ആർക്കെങ്കിലും അഭയം നൽകിക്കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിക്ക് സ്വതന്ത്രമായി അവിടെ ജീവിക്കാൻ സാധിക്കുമായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ആ നേതാവ് അഭയം നൽകിയപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും
വിശുദ്ധ ഖുർആൻ ഉച്ചത്തിൽ പാരായണം ചെയ്യുമായിരുന്നു. ഇത് കേട്ടുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന അടുത്തുണ്ടായിരുന്ന സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരുമെല്ലാം ഈ ഖുർആൻ പാരായണം കേൾക്കുന്നതിന് വേണ്ടി അവിടെ തടിച്ചുകൂടുമായിരുന്നു. ഇത് കണ്ടുകൊണ്ട് ഇതിൽ ആകൃഷ്ടരായിക്കൊണ്ട് അവർ എല്ലാവരും ഇസ്ലാം സ്വീകരിച്ചേക്കുമോ എന്ന ഭയം കാരണം അന്നത്തെ അവിശ്വാസികളായിട്ടുള്ള ചിലർ ഈ നേതാവിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള അഭയം പിൻവലിക്കണം എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അതല്ല എങ്കിൽ ഞങ്ങളുടെ സ്ത്രീകളും കുട്ടികളുമെല്ലാം തന്നെ ഇസ്ലാം സ്വീകരിച്ചേക്കും എന്ന് അവർ പറയുകയുണ്ടായി. അതേപോലെ തന്നെ ഹദ്റത്ത് ഉമർ റളിയല്ലാഹുവിന്റെ സംഭവവും ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് പുറപ്പെട്ടത്. എന്നാൽ വഴിയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ഹദ്റത്ത് ഉമർ റളിയല്ലാഹുവിന്റെ സഹോദരിയും ഭർത്താവും ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു എന്ന വാർത്ത കേട്ടുകൊണ്ട് അദ്ദേഹം അവരുടെ വീട്ടിലേക്ക് പുറപ്പെടുകയുണ്ടായി. അവിടെ വെച്ച് അദ്ദേഹം വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ ശ്രവിച്ചപ്പോൾ അതിൽ ആകൃഷ്ടനായിക്കൊണ്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ വിശ്വാസം അർപ്പിക്കുകയുണ്ടായി. ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അദ്ദേഹത്തിന്റെ ഭാരം ശക്തരായ സഹായികളെ നൽകിക്കൊണ്ടും ജനഹൃദയങ്ങളെ ആകർഷിക്കുന്ന തരത്തിലുള്ള അധ്യാപനങ്ങൾ നൽകിക്കൊണ്ടും ആ ഭാരം അള്ളാഹു ഇറക്കി വെക്കുകയുണ്ടായി. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.